സമ്പൂർണ്ണ ഭവന പദ്ധതിയും ചേരി നിർമ്മാർജ്ജനവും ലക്ഷ്യമിടുന്ന ബജറ്റുമായി കൊല്ലം കോർപ്പറേഷൻ 753 കോടി വരവും 716 കോടി ചെലവും 38 കോടി രൂപ മിച്ചവുമുള്ള ബജറ്റിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ക്ഷേമ പദ്ധതികൾക്കുമാണ് മുൻതൂക്കം നൽകിയിട്ടുള്ളത്. നഗരവാസികൾക്ക് ഇന്റർനെറ്റ് സൗകര്യം സൗജന്യമായി ലഭ്യമാക്കുന്നതിന് വൈഫൈ പദ്ധതിക്കും ബജറ്റിൽ തുക വകയിരുത്തി. LDF ഭരിക്കുന്ന കൊല്ലം കോർപ്പറേഷനിൽ ഡെപ്യൂട്ടി മേയർ M. നൌഷാദാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ഭവന പദ്ധതിയിൽ ഡിവിഷൻ അടിസ്ഥാനത്തിൽ 3 നില അപ്പാർട്ട്മെന്റുകൾ നിർമ്മിച്ച് ഭവനരഹിതർക്ക് നൽകും. ഇതിലേക്ക് 55 കോടി രൂപയും ഭൂരഹിതർക്ക് ഭൂമി വാങ്ങി നൽകാൻ 12 കോടി രൂപയും ചേരി നിർമ്മാർജ്ജനത്തിന് 4 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. പുള്ളിക്കടച്ചേരിയിൽ ഫ്ളാറ്റും ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാൻ 10 കോടി രൂപയും വകയിരുത്തി. ആധുനിക അറവുശാല നിർമ്മാണത്തിനായി 10 കോടി രൂപയും 3 ഫ്ലൈ ഓവറുകൾക്കായി 25 കോടി രൂപയും നീക്കിവച്ചിട്ടുണ്ട്. കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ സമഗ്ര പദ്ധതികളും ബജറ്റിലുണ്ട്. വേനൽക്കാലത്തും ജലലഭ്യത ഉറപ്പുവരുത്താനും കഴിയുന്ന കിണർ റീചാർജ് പദ്ധതി എല്ലാ ഡിവിഷനിലും നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു. നഗരവാസികൾക്കെല്ലാം ഇന്റർനെറ്റ് സൗകര്യം സൗജന്യമായി ലഭിക്കുന്നതിന് വൈഫൈ സിറ്റി പദ്ധതിക്കായി 1 കോടി രൂപയും വകയിരുത്തി. ഇതുവഴി കൊല്ലം കോർപ്പറേഷനെ ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ കോർപ്പറേഷനാക്കാനാണ് പദ്ധതി. വൃദ്ധസദനം നിർമ്മിക്കാനും തെരുവിലലയുന്നവരുടെ പുനരധിവാസത്തിനും ഓരോ കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. 85 കോടി 94 ലക്ഷം രൂപയുടെ നീക്കിയിരുപ്പ് ഉൾപ്പെടെ 753 കോടി 94 ലക്ഷം രൂപ വരവും 716 കോടി 17 ലക്ഷം രൂപ ചെലവും 38 കോടി 71 ലക്ഷം രൂപ മിച്ചവും ബജറ്റ് പ്രതീക്ഷിക്കുന്നു. റിപ്പോർട്ടർ, കൊല്ലം.